നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ഒരു ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്? അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ് എന്നാണ് നമ്മുടെ ടോപ്പിക്. അതായത് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. എന്തിനാണ്? കാരണം ഇത്തരം പല റെസിസ്റ്റേഴ്സും ഫിക്സ്ഡ് വാല്യൂ റെസിസ്റ്റേഴ്സ് ആണ് അല്ലേ? അവയ്ക്ക് ഒരു നിശ്ചിത വാല്യൂ റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് ഉപയോഗിച്ച് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസസ് നമുക്ക് സർക്യൂട്ട് ഉണ്ടാക്കേണ്ടി വരും അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് വിവിധ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഹൗ ക്യാൻ വി ഇൻകോർപ്പറേറ്റ് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ടു ദ സർക്യൂട്ട് യൂസിങ് ഫിക്സ്ഡ് വാല്യൂ റെസിസ്റ്റേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും പഠിക്കും ഇതിൽ. കൺസിഡർ ടു സർക്യൂട്ട്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ രണ്ട് ഫിഗറിൽ കാണിക്കുന്ന രണ്ട് സർക്യൂട്ട്സ് ഒന്ന് കാണുക. ഓക്കെ, ടേൺ ഓൺ ബോത്ത് സ്വിച്ചസ് ആൻഡ് ഒബ്സർവ് ലൈറ്റ് ഫ്രം ബൾബ്സ്. ഇതിൽ രണ്ടിലും സ്വിച്ചസ് ഓൺ ചെയ്തിട്ട് ലൈറ്റ് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടിലും എല്ലാ സ്വിച്ചസും ഓൺ ചെയ്താൽ ആദ്യത്തെ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കുന്നതിനേക്കാൾ കൂടുതൽ തീവ്രതയോടെ രണ്ടാമത്തെ സർക്യൂട്ടിൽ പ്രകാശിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ കണ്ടോളൂ. ബൾബിന് എന്താണ് 3 വാട്ട് 3 വോൾട്ട് ബൾബാണ്. 3 വാട്ട് അതിന്റെ പവർ ആണ്, 3 വോൾട്ട് അതിന് ആവശ്യമായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇവിടെ കണ്ടോളൂ. ടേൺ ഓൺ S1 ആൻഡ് S2 ഇൻ ബോത്ത് സർക്യൂട്ട്സ്. ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗ്ലോ മോർ ബ്രൈറ്റ്ലി? ഇതിൽ രണ്ടിലും എല്ലാ സ്വിച്ചസ് ഓൺ ചെയ്താൽ ഏതിലാണ് കൂടുതൽ തീവ്രതയോടെ ബൾബുകൾ പ്രകാശിക്കുന്നത്? അത് രണ്ടാമത്തെ സർക്യൂട്ടിലായിരിക്കും, ഇതിലായിരിക്കും. ഓക്കെ, സർക്യൂട്ട് ബി, അതാണ് ആൻസർ. ടേൺ ഓൺ ഓൺലി ദ സ്വിച്ച് S1 ഇൻ ബോത്ത് കേസസ്, ബോത്ത് സർക്യൂട്ട്സ്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? രണ്ടിലും S1 മാത്രം ഓൺ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലെ? S1 മാത്രം ഓൺ ചെയ്യണം, S2 ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, S2 ഓഫ് ആണ്. ഇവിടെ കണ്ടോളൂ, S1 ഓൺ ചെയ്യുമ്പോൾ ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഇവിടെ ഒരു ബൾബും പ്രകാശിക്കില്ല. അതേസമയം ഇവിടെയോ, ഇവിടെ S1 ഓൺ ചെയ്താൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഇവിടെ ഇത്ര കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ ഈ ബൾബ് മാത്രം പ്രകാശിക്കും. അപ്പൊ എന്താണ് ഒബ്സർവേഷൻ? നോ ലൈറ്റ് ബൾബ് ലൈറ്റ്സ് ഇൻ സർക്യൂട്ട് എ. എന്ന സർക്യൂട്ടിൽ ഒരു ബൾബും പ്രകാശിക്കില്ല. ഇൻ സർക്യൂട്ട് ബി, രണ്ടാമത്തേതിൽ ബൾബ് കണക്റ്റഡ് ടു S1, സ്വിച്ച് 1 കണക്ട് ചെയ്ത ആ ബൾബ് മാത്രം പ്രകാശിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, വൈ ഡു ദ ബൾബ്സ് ഇൻ ഫിഗർ ബി ഗ്ലോ റിലേറ്റീവ്ലി ബ്രൈറ്റർ ഇഫ് ഓൾ ദ സ്വിച്ചസ് ഇൻ ബോത്ത് സർക്യൂട്ട്സ് ആർ ടേൺഡ് ഓൺ? ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സർക്യൂട്ടിലാണ് താരതമ്യേന ബ്രൈറ്റർ ആയിട്ട് ബൾബുകൾ പ്രകാശിക്കുന്നത്. അത് എന്തുകൊണ്ട്? അതിന്റെ ആൻസർ ആണ് ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് വ്യത്യസ്തത? എന്തിലൊക്കെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറന്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും കറന്റിനുള്ള ഡിഫറൻസ് ആണ് ദ റീസൺസ് ഫോർ ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ആ ബൾബ് ചിലതിൽ തീവ്രതയോടെയും ചിലതിൽ താരതമ്യേന തീവ്രത കുറഞ്ഞും പ്രകാശിക്കുന്നതിന് കാരണം അതാണ്. ദ അറേഞ്ച്മെന്റ് ഓഫ് ബൾബ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ എ. ആദ്യത്തെ സർക്യൂട്ടിൽ കണ്ട അറേഞ്ച്മെന്റ് ഈസ് ദ കണക്ഷൻ ഇൻ സീരീസ്. എന്താണ്? സീരീസ് കണക്ഷൻ ആണ് അല്ലെ? ഒന്നിന് പിറകിൽ ഒന്നായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദ അറേഞ്ച്മെന്റ് ഓഫ് ബൾബ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ ബി യോ, രണ്ടാമത്തേതിലോ, ഈസ് ദ കണക്ഷൻ ഇൻ പാരലൽ. അത് പാരലൽ കണക്ഷൻ ആണ്. Does the resistance in the circuit differ when connected in series or parallel? സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്തപ്പോൾ അത് ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുന്നുണ്ടല്ലോ. ഓക്കെ, more characteristics of series and parallel connections can be understood by using circuits with resistors instead of bulbs. ഇവിടെ നമ്മൾ ബൾബ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? എന്തുകൊണ്ട്? നമുക്ക് പ്രത്യേകിച്ച് കണ്ട് മനസ്സിലാക്കാൻ എളുപ്പം ഇതാണ്. പക്ഷെ നമുക്ക് റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതേ സർക്യൂട്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത്. ഓക്കെ, ഹൗ ഡു വി ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട്? അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ കുറേ റെസിസ്റ്റേഴ്സ് ഉൾപ്പെടുത്തി, അപ്പോൾ ആകെ ആ സർക്യൂട്ടിന് റെസിസ്റ്റൻസ് ഉണ്ടാകുമല്ലോ, അതിനാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് when 2 or more resistors are included in a circuit. രണ്ടോ രണ്ടിലധികമോ റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയാൽ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ആ ആകെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വലന്റ് ടു, എന്തിന് ഈക്വലന്റ് ആണ്? ടു ദ റെസിസ്റ്റൻസ് ഓഫ് എ സിംഗിൾ റെസിസ്റ്റർ
that can provide the same effect as that of the combined effect of individual resistors. എന്ന് വെച്ചാൽ രണ്ട് റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് 6 ഓം ആകെ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അതേസമയം 6 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു സിംഗിൾ റെസിസ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇത് രണ്ടും ഇക്വലന്റ് ആണ്, ഒരേപോലെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. സീരീസ് കണക്ഷൻ. ഓക്കെ, ആദ്യം സീരീസ് കണക്ഷൻ പഠിക്കാം. വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ റെസിസ്റ്റേഴ്സ്. ഈ ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ റെസിസ്റ്റേഴ്സ്, ഇതിനെ അക്രോസ് ഡിവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇവിടെ വി ആണ് ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ ഇവിടെ ഒരു V1ഉം ഇവിടെ ഒരു V1ഉം ആയിട്ട് മാറുന്നു. V1ഉം V2 ആണ് കിട്ടുന്നത്. പക്ഷേ ഈ V1ഉം V2ഉം ആഡ് ചെയ്താൽ നമുക്ക് V കിട്ടും. അതാണ് പറഞ്ഞത് ടോട്ടൽ എന്ന് വെച്ചാൽ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ ടു IR ആണ് അല്ലെ, I മൾട്ടിപ്ലൈ ബൈ R ആണ്. R എന്ന് വെച്ചാൽ ആ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ V എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമുക്ക് കൊടുക്കുന്ന A, B എന്നീ ടെർമിനലുകൾക്ക് അക്രോസ് ഉള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V. സിൻസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ബോത്ത് ദ റെസിസ്റ്റേഴ്സ് ആർ ഈക്വൽ. നോക്കിക്കോളൂ, സീരീസ് കണക്ഷനിൽ ഒരു I കറന്റ് ഇതിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ, ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ അതേ കറന്റ് തന്നെയല്ലേ ഇതിലേക്ക് കൂടി ഒഴുകുന്നത്. കണ്ടോ? ഓക്കെ, നമ്മൾ ആലോചിക്കുക, ഇവിടെ കുറെ ആൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പാലം ഉണ്ട്. അപ്പൊ ഈ പാലത്തിലൂടെ കൂടെ എത്ര ആൾക്കാർ നടന്നു പോയി, അതേ ആൾക്കാർ ഇതിലെ കൂടി നടന്നു പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ മുന്നിൽ വെച്ചാൽ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. എന്താണ് പറഞ്ഞത്? കറന്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതായത് ഇവിടെ R1 R2 എന്ന് എഴുതും, V1 V2 എന്ന് എഴുതും, V1 V2 എന്ന് എഴുതും. എന്നാൽ I1 I2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. എന്താണ്? സെയിം ആയതുകൊണ്ട് ജസ്റ്റ് I എന്ന് മാത്രം എഴുതിയാൽ രണ്ട് സ്ഥലത്തും. ഓക്കെ, നോക്കിക്കോളൂ, ഇവിടെ ഓം നിയമം അനുസരിച്ച്, ഓംസ് ലോ അനുസരിച്ച് ഈ വിക്ക് പകരം ഞാൻ I മൾട്ടിപ്ലൈ ബൈ R എന്ന് എഴുതി. ഓക്കെ, ഈ V1ന് പകരം നമുക്ക് എഴുതാം I മൾട്ടിപ്ലൈ ബൈ R1 എന്ന് എഴുതാം. അതാണ് ഞാൻ ഇവിടെ എഴുതി, I മൾട്ടിപ്ലൈ ബൈ R1. അതേപോലെ V2ന് പകരം I മൾട്ടിപ്ലൈ ബൈ R2 എന്ന് എഴുതി. ഇവിടെ I കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ കോമൺ ആയിട്ട് എഴുതി. പിന്നെ R1 പ്ലസ് ഈ R2 എന്ന് എഴുതി ബ്രാക്കറ്റിനുള്ളിൽ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇനി ഐയും പോയി ഇങ്ങനെ കളഞ്ഞാൽ നമുക്ക് എഴുതാം R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. എന്തിന്റെ ഇക്വേഷൻ ആണ്? സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് R ഈക്വൽ ടു R1 പ്ലസ് R2. ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ് R ഈക്വൽ ടു R1 പ്ലസ് R2. മൂന്നെണ്ണം ഉണ്ടെങ്കിലോ R1 പ്ലസ് R2 പ്ലസ് R3 എന്നാവും. ഓക്കെ, haven't you understood that when resistors are connected in series the effective resistance of the circuit increases? അതായത് സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ആകെ ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുന്നു അല്ലെ. എല്ലാം കൂട്ടിയാൽ എഴുതുന്നത് R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, when resistors are connected in series the effective resistance is the sum of the individual resistances of all resistors. എല്ലാ റെസിസ്റ്റേഴ്സിന്റെയും റെസിസ്റ്റൻസുകളുടെ സം ആയിരിക്കും ആകെ ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, n resistors of resistance R ohm each are connected in series the effective resistance will be NR. എന്ന് വെച്ചാൽ n എണ്ണം റെസിസ്റ്റേഴ്സ്, ഒരു 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, അത്രയും റെസിസ്റ്റേഴ്സ്, അതിൽ ഒന്നിൻ്റെത് R ഓം ആയിട്ട് എടുക്കാം. ഈ R എന്ന് വെച്ചാൽ 5 ഓമോ 6 ഓമോ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു NR എന്ന് എഴുതാം. നോക്കിക്കോളൂ, 5 ഓം വീതമുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ആകെ കിട്ടും 5 പ്ലസ് 5 10 കിട്ടും അല്ലെ. ഇത് എനിക്ക് എങ്ങനെ എഴുതാം? എണ്ണം എത്രയാണ്? റെസിസ്റ്റൻസിന്റെ എണ്ണം എത്രയാണ്? 2 മൾട്ടിപ്ലൈ ബൈ ഒന്നിന്റെ എത്രയാണ്? 5 എന്ന് എഴുതാലോ. അത് തന്നെയല്ലേ 10 എന്നായിട്ട് കിട്ടുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഈക്വേഷൻ സീരീസ് കണക്ഷനിലാണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. When resistors are connected in series, what will be the potential difference between the ends of the resistor with higher resistance? അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ആ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്
മോർ ആയിരിക്കുമോ ലെസ് ആയിരിക്കുമോ, കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഓം നിയമത്തിന്റെ ട്രയാങ്കിൾ ആണിത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഇങ്ങനെ എഴുതിയാൽ V ഈക്വൽ ടു VIR എന്ന് എഴുതിയാൽ നമുക്ക് മേലെയുള്ള V is equal to IR എന്ന് എഴുതാം. ഇത് ഓം നിയമത്തിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഇനി അടിയിലുള്ള I ആണ് കാണുന്നതെങ്കിലോ I ഈക്വൽ ടു മുകളിലുള്ള V ഡിവൈഡ് ബൈ R എന്ന് എഴുതാം. ഇതും ഓം നിയമത്തിന്റെ ഇക്വേഷൻ ആണ്. ഇതോ ഈ അടിയിലുള്ള R ഈസ് ഈക്വൽ ടു മുകളിലുള്ള V ഡിവൈഡ് ബൈ I എന്ന് എഴുതാം. ഇതും ഓം നിയമത്തിന്റെ ഇക്വേഷൻ ആണ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കാം. V ഈക്വൽ ടു IR. സീരീസ് കണക്ഷനിൽ കറന്റ് സെയിം ആണല്ലോ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ I മാറുന്നില്ല. ഹയർ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മോർ ആയിരിക്കുമോ ലെസ് ആയിരിക്കുമോ എന്ന ചോദ്യം. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് കൂടിയാൽ ഈ IR എന്ന ടേം കൂടുമല്ലോ. അതായത് ഇവിടെ ഈ ടേം കൂടും. അതെന്താണ്? V അല്ലേ? V ഈക്വൽ ടു IR അല്ലേ? അപ്പൊ IR എന്ന ഇക്വേഷനിൽ I മാറുന്നില്ല, R കൂടി, അതുകൊണ്ട് V യും കൂടി. നമുക്ക് മോർ എന്ന് എഴുതാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? If resistors of the same value are connected in series, what will be the potential difference across the ends of the resistors? എന്താണ്? Resistors of the same value ആണ്. ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ അവയുടെ എൻഡ്സിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരേപോലെ ആയിരിക്കുമല്ലോ. അത് നമുക്ക് എഴുതാം ഈക്വൽ. അടുത്ത ചോദ്യം, 8 ohm, 4 ohm resistors and a 6 volt battery are provided. ഇവ തന്നിട്ടുണ്ട്. Draw a circuit diagram in which these resistors are connected in series. സീരീസ് കണക്ഷന്റെ ഡയഗ്രാം നമുക്ക് ഇങ്ങനെ വരക്കാം. അല്ലെ, 8 ohm നമ്മൾ R1 ആയിട്ട് എടുത്തു, 4 ohm R2 ആയിട്ട് എടുത്തു, രണ്ടാമത്തെ റെസിസ്റ്റർ ആയിട്ട് എടുത്തു. സീരീസ് ആയിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവ ഒരു 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡയഗ്രാം. അടുത്ത ചോദ്യം എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സീരീസ് കണക്ഷൻ ഇക്വേഷൻ R ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. നമുക്ക് R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നൊക്കെ എഴുതാം. R എന്ന് പറഞ്ഞിട്ട് അടിയിൽ ഉണ്ടോ ഇങ്ങനെ EFF എന്നൊക്കെ എഴുതിയിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ R ഈക്വൽ ടു R1 പ്ലസ് R2 എഴുതി. R1 8 ohm ആണ്, R2 4 ohm ആണ്. 8 പ്ലസ് 4 12 ohm ആയിട്ട് കിട്ടും. കാൽക്കുലേറ്റ് ദ കറന്റ്. കറന്റ് എങ്ങനെ കണക്കാക്കാം? ഓം നിയമം നമ്മൾ പറഞ്ഞല്ലേ, 3 ഇക്വേഷൻസ് കുറച്ച് നേരത്തെ കണ്ടല്ലോ ആ ട്രയാങ്കിളിന്റെ അടിയിൽ. അപ്പൊ I ഈക്വൽ ടു V ഡിവൈഡ് ബൈ R ആണ്. V എത്രയാണ്? 6 വോൾട്ട് ആണ് അല്ലേ? 6 വോൾട്ട് ആണ്. R എന്താണ്? ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. എത്രയാണ്? 12 ആണ്. 12 ohm ആണ്. 6 by 12 ചെയ്താൽ അങ്ങനെ കിട്ടും. 6 ഡിവൈഡ് ബൈ 12 0.5 കിട്ടും അല്ലേ? 6 12 പോകില്ല, അപ്പൊ 0. ഒരു 0 നമ്മൾ എക്സ്ട്രാ എഴുതി, എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. 60 എത്ര 12 ഉണ്ട്? 5 ആണ് അല്ലെ? 5 മൾട്ടിപ്ലൈ ബൈ 12 എന്ന് വെച്ചാൽ 60 ആണ്. അതെ, നമുക്ക് 0.5 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, when 10 resistors of 2 ohm each are connected in series, what is the effective resistance? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. NR ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ N എത്രയാണ്? 10 ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ബൈ R എത്രയാണ്? 2 ohm വീതമുള്ള 10 റെസിസ്റ്റേഴ്സ് ആണ് പറഞ്ഞത്. അപ്പൊ 2 ആണ്, 2 ohm. അപ്പൊ 20 ആണ് ഇക്വേഷൻ കിട്ടുന്നത്. അടുത്ത ചോദ്യം, how many resistors of resistance 6 ohm should be connected in series to get an effective resistance of 42 ohm? How many? എത്ര എണ്ണം എന്നാ പറഞ്ഞത്? അപ്പൊ എന്താണ് കാണേണ്ടത്? N ആണ് കാണേണ്ടത്. ഓക്കെ, ഒന്നിൻ്റെത് 6 ohm ആന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് 6 കിട്ടി. 6 ohm ആന്ന് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് അതും പറഞ്ഞിട്ടുണ്ട് 42 ohm. അപ്പൊ നമുക്ക് 6 എഫക്റ്റീവും കിട്ടി. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഇതാണ് അല്ലെ? ഓക്കെ, ഇവിടെ N ആണ് കാണേണ്ടത്. അപ്പൊ N മാത്രം ഇവിടെ വെച്ചിട്ട് ഈ R നെ ഇതിനടിയിലേക്ക് എഴുതാം. അപ്പൊ നമുക്ക് എഴുതാം N ഈക്വൽ ടു R എഫക്റ്റീവ് ഡിവൈഡ് ബൈ R എന്ന് എഴുതാം. അതായത് 42 ഡിവൈഡ് ബൈ 6 ആണ്. ചെയ്താൽ കിട്ടും 7 എണ്ണം. ഓക്കെ, 7 നമ്പേഴ്സ്. അപ്പൊ 7 റെസിസ്റ്റേഴ്സ് ആണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി പാരലൽ കണക്ഷനെ കുറിച്ച് പഠിക്കാം. ഇതുപോലുള്ള കണക്ഷൻ പാരലൽ കണക്ഷൻ ഉണ്ടോ? ഇതിന്റെ ടെർമിനൽസ് കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് കണക്ട് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, ഇവിടെ കണ്ടോളൂ, ഈ ഒഴുകുന്ന ആകെ കറന്റ് I എന്ന് വെച്ചാൽ ഈ I ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് ഇതിലെ കൂടി ഒഴുകുന്നു, കുറച്ച് ഇതിലെ കൂടി ഒഴുകുന്നു. ഓക്കെ, ടോട്ടൽ കറന്റ് I ആയിട്ട് എടുത്താൽ ഇതിലെ കൂടി ഒഴുകുന്നത് I1 ആയിട്ട് എടുക്കാം, ഇതിലെ കൂടി ഒഴുകുന്ന I2 ആയിട്ട് എടുക്കാം. ഓക്കെ, അത് നമുക്ക് എന്ത് എഴുതാം? If the resistors are connected in parallel as shown in figure, the current is divided through each branch. ഓരോ ബ്രാഞ്ചിലെ കൂടിയും മാറി മാറി ഒഴുകുന്നുണ്ട്. അതായത് ഓരോ ബ്രാഞ്ചിലെ കൂടിയും ഡിവൈഡ് ചെയ്ത് ഒഴുകുന്നുണ്ട്. Then the total current in the circuit എന്ന് വെച്ചാൽ that is equal to the sum of the currents അല്ലെ?
ഐ കറന്റ് വന്നത് I1 I2 ആയിട്ട് മാറി. അതായത് I ഈക്വൽ ടു I1 പ്ലസ് I2 എന്ന് എഴുതാം. ടോട്ടൽ കറന്റ് ഈസ് ഈക്വൽ ടു ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറന്റ്. ഇഫ് R ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, R എന്നത് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസും V എന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് A ആൻഡ് B യും ആയാൽ, ഈ ടെർമിനലിനും ഈ ടെർമിനലിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആയിട്ട് എടുത്താൽ ഓം നിയമം അനുസരിച്ച് നമുക്ക് എഴുതാം I ഈക്വൽ ടു V ഡിവൈഡ് ബൈ R. ഓക്കെ, സിൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടു റെസിസ്റ്റേഴ്സ് ആർ ഈക്വൽ, ഇവിടെ രണ്ട് റെസിസ്റ്ററിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? സെയിം തന്നെയാണ്. കണ്ടോ, R2 എയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ബിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എയ്ക്കും ബിക്കും അക്രോസ് എന്താണുള്ളത്? ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അതേപോലെ തന്നെ R1ഉം കോമൺ ആയിട്ട് എയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ബിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എയും ബിയും ഇവിടുത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും V ആണ്. അത് നമ്മൾ V1 V2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. V1 അതേപോലെ V2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് V എന്ന് മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ I ഈക്വൽ ടു I1 പ്ലസ് I2 എനിക്ക് മാറ്റി എഴുതാം. ഈ ഐക്ക് പകരം ഞാൻ ഓം നിയമം അനുസരിച്ച് V ഡിവൈഡ് ബൈ R എന്ന് എഴുതി. I1 പകരം V ഡിവൈഡ് ബൈ R1 എന്ന് എഴുതി. I2 പകരം V ഡിവൈഡ് ബൈ R2 എന്ന് എഴുതി. ഓക്കെ, V ഡിവൈഡ് ബൈ R എന്നതിന് പകരം V മൾട്ടിപ്ലൈ ബൈ 1 ബൈ R എന്ന് എഴുതാം. ഇവിടെ V കോമൺ ആയിട്ട് എഴുതിയിട്ടാണുള്ളത്. ബ്രാക്കറ്റിനകത്ത് 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് എഴുതി. ഇവിടെ കണ്ടോ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താണ്? V കോമൺ ആയിട്ടുള്ളത് നമ്മൾ V ഇവിടെ കട്ടാക്കി കളഞ്ഞു. നമുക്ക് 1 ബൈ R ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന ഇക്വേഷൻ. ഓക്കെ, ഇതെങ്ങനെ മാറ്റി എഴുതാം? 1 മൾട്ടിപ്ലൈ ബൈ R2 എത്രയാണ്? R2. 1 മൾട്ടിപ്ലൈ ബൈ R1 എത്രയാണ്? R1 ഡിവൈഡഡ് ബൈ R1 മൾട്ടിപ്ലൈ ബൈ R2. കണ്ടോ, R2 പ്ലസ് R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. എന്തിന്റെ ഇക്വേഷൻ ആണ്? 1 ബൈ R ന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ R കാണേണ്ട ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്താക്കണം? ഇതിനെ തിരിച്ചെഴുതണം അല്ലേ? കണ്ടോ, R മുകളിലേക്കും 1 താഴേക്കും വന്നു. അപ്പോൾ നമുക്ക് R കിട്ടൽ എന്താണ്? R ഡിവൈഡഡ് ബൈ 1 എന്ന് വരും അല്ലെ? തിരിച്ചെഴുതിയാൽ R ഡിവൈഡഡ് ബൈ 1 എന്ന് വെച്ചാൽ അത് എന്താണ്? R തന്നെയാണ്. അതേപോലെ ഇതിനെ നമ്മൾ തിരിച്ചെഴുതണം. അപ്പൊ എന്ത് കിട്ടും? R1 R2 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R1 എന്ന് കിട്ടും. അല്ലെങ്കിൽ R2 പ്ലസ് R1 എന്നതിന് R1 പ്ലസ് R2 എന്ന് എഴുതാം. ഇതും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. കണക്ഷൻ എന്താണ്? പാരലൽ കണക്ഷൻ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, now we have understood that when resistors are connected in parallel ആയിട്ട് കണക്ട് ചെയ്താൽ the effective resistance of the circuit decreases. ആകെയുള്ള റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ രണ്ട് പാലങ്ങൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഒരു പാലം തകർന്നു പോയാലും ആളുകൾക്ക് ഈ ഒരു പാലത്തിന്റെ സഹായത്തോടെ അപ്പുറത്തേക്ക് എത്താം. ഓക്കെ, അപ്പോൾ എന്താണ്? തടസ്സം കുറയുകയല്ലേ ചെയ്യുന്നത്? അതാണ് പറഞ്ഞത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ആകെയുള്ള ആ തടസ്സം എന്താണ്? അത് കുറയുകയാണ് ചെയ്യുന്നത്. കുറെ പാലം ഉണ്ടെങ്കിൽ ആളുകൾക്ക് എളുപ്പത്തിൽ വേറെ പാലത്തിലേക്കൂടെ പോകാം. പക്ഷെ ഒരേ പാലം മാത്രമാണെങ്കിലോ, കുറെ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാത്തു നിൽക്കേണ്ടി വരും അല്ലെ? അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഐഡിയ ആണ്. പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ തടസ്സം, അത് കുറയുന്നു, ഡിക്രീസസ്. ഇവിടെ n റെസിസ്റ്റേഴ്സ് ഓരോന്നിനും 6 ഓം വീതം കണക്ട് ചെയ്താൽ, പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ R ഡിവൈഡഡ് ബൈ n ആണ്. നേരത്തെ സീരീസ് കണക്ഷനിൽ NR എന്ന ഇക്വേഷൻ ആയിരുന്നു. പാരലായിട്ട് കണക്ട് ചെയ്താൽ R ഡിവൈഡഡ് ബൈ n എന്ന ഇക്വേഷൻ ആണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്. റെസിസ്റ്റർ 6 ഓം, 3 ഓം ആൻഡ് 6 വോൾട്ട് ബാറ്ററി ആർ ഗിവൻ. ഇവ ഉപയോഗിച്ച് പാരലൽ കണക്ഷൻ ഉള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വരക്കാം. ഓക്കെ, ഉണ്ടോ? 6 ഓം 3 ഓം കോമൺ ആയിട്ട് ഒരു പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലും വരക്കാം. ഇതും അതേപോലെ തന്നെയല്ലേ? കണ്ടോ, 6 ഓം 3 ഓം കോമൺ ആയിട്ട് ഒരു പോയിന്റ് കണക്ട് ചെയ്തു, എന്നിട്ട് അത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും വരക്കാം. ഈ ഒരു ഐഡിയ കറക്റ്റ് പാരലായിട്ട് വന്നാൽ മതി. കണ്ടോ, കോമൺ ആയിട്ട് ഒരു പോയിന്റ് കണക്ട് ചെയ്തു, ആ പോയിന്റ് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പാരലൽ കണക്ഷൻ ആണെന്ന് ആദ്യം ആലോചിക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? R effective is equal to R1 R2 divided by R1 plus R2 ആണ്. R1 6 ഓം ആണ്, R2 3 ഓം ആണ്. അപ്പോൾ 6 multiplied by 3 divided by 6 plus 3, അതായത് 18 divided by 9. ഉത്തരം എത്രയാണ്? 2 ഓം. ഓക്കെ, 2 ഓം. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഇതിൽ ഓരോന്നിനോടുള്ള കറന്റ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഓം നിയമം അനുസരിച്ച് I ഈക്വൽ ടു V ഡിവൈഡ് ബൈ R ആണ്. അപ്പൊ I1 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ R1 ആണ്. പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V സെയിം തന്നെയല്ലേ, കാരണം പാരലൽ കണക്ഷൻ അല്ലേ. നമ്മൾ ജസ്റ്റ് V എന്ന് മാത്രം എഴുതിയാൽ മതി. നമുക്ക് എഴുതാം I1 ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R1. V എത്രയാണ്? 6 അല്ലേ, 6 ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ R1 എത്രയാണ്? 6 ഓം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 6 ഡിവൈഡ് ബൈ 6 1 ആംപിയർ. I1 1 ആംപിയർ. I2 ഇതേപോലെ ചെയ്യാം. V ഡിവൈഡ് ബൈ R2 ആണ്. 6 ഡിവൈഡ് ബൈ 3 ഓം ആണ്, എന്ന് വെച്ചാൽ 2 ആംപിയർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, if resistors of the same value are connected in parallel, what will be the current through each resistor? ഒരേ വാല്യൂ ആണ്, അങ്ങനെയാണെങ്കിൽ അവയിലൂടെയുള്ള കറന്റ് എന്താണ്? സെയിം ആയിരിക്കും. അപ്പൊ they will be equal എന്ന് എഴുതിയാൽ മതി. ഓക്കെ, they will be equal. അടുത്ത ക്വസ്റ്റ്യൻ, what is the effective resistance when 5 10 ohm resistors are connected in parallel? നമുക്ക് ഇക്വേഷൻ R effective is equal to R divided by N എഴുതാം. ഇവിടെ R എത്രയാണ്? 10 ആണ് അല്ലേ. N എത്രയാണ്? എണ്ണം എത്രയാണ്? 5 അല്ലേ. 5 എണ്ണം 5. അപ്പോൾ 10 divided by 5 എന്ന് വെച്ചാൽ എന്താണ്? 2 ohm. 2 ohm അല്ലേ. ഓക്കെ, 2 ohm എന്ന് കിട്ടി. ഇനി find the effective resistance of the arrangement given in figure 7.32. 732 7th chapter 32nd figure. ഓക്കെ, ഇവിടെ എന്താണ്? ഈ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനോട് ഒരു 2 ഓം റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കണക്ഷന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണക്കാക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ പാരലൽ കണക്ഷൻ ഇക്വേഷൻ ആണ്. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു, R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ്. പക്ഷെ ഇവിടെ R2 R3 ആയിട്ടാണ് എടുത്തിട്ടില്ല. അപ്പൊ R2 R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3. ഇത് ചെയ്താൽ എത്ര കിട്ടും? 2 മൾട്ടിപ്ലൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 പ്ലസ് 2 അല്ലെ. 2 അല്ലേ ഓരോന്നും. അത് എത്രയാണ്? 1 ആണ് അല്ലെ. 4 ഡിവൈഡ് ബൈ 4 1 ആണ്. അപ്പൊ ഇതിന്റെ കണ്ടുപിടിച്ചു. ഇനി ഇതും ഈ R1ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പ്ലസ് ഇതിന്റെ റെസിസ്റ്റൻസ് കണക്കാക്കണം. ഇത് എത്രയാണ്? R1 പ്ലസ് പാരലൽ കണക്ഷന്റെ റെസിസ്റ്റൻസ്, അതായത് 2 പ്ലസ് ഇവിടെയുള്ള ഈ പാരലൽ കണക്ഷന്റെ റെസിസ്റ്റൻസ്, അതായത് 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഓം. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് മനസ്സിലാക്കിയ സിമ്പിൾ ആണ്. ഒന്നുകൂടി ഈ ഭാഗം കേട്ടു നോക്കാം. ഓക്കെ, ഇനി റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇവയുടെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. ഇതാ നോക്കിയാൽ കേട്ടോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. സീരീസ് ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസസ്. പാരലൽ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്, കുറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം ആസ് ദ മെയിൻ കറന്റ്. ഓരോ റെസിസ്റ്ററിലൂടെ ഉള്ള കറന്റ് സെയിം ആണ്. എന്നാൽ പാരലൽ ആയിരിക്കുമ്പോൾ അത് മാറാം. ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ മേ ബി ഡിഫറെന്റ്. അവ മാറാം. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓരോ റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂവിനനുസരിച്ച് കറന്റും വ്യത്യാസപ്പെടാം പാരലൽ കണക്ഷനിൽ അല്ലെ. മൂന്നാമത്തേത്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ മേ ബി ഡിഫറെന്റ്. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. പാരലൽ ആകുമ്പോൾ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഓരോ റെസിസ്റ്ററിനും കിട്ടുന്നത് പാരലൽ ആകുമ്പോൾ. ഫോർത്ത് വണ്ണോ, നാലാമത്തത്, ഈച്ച് റെസിസ്റ്റർ കനോട്ട് ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ചസ്. സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം പാരലൽ ആയിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. ഓരോ റെസിസ്റ്ററിനെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വിച്ചസ് ഉപയോഗിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദാറ്റ് റെസിസ്റ്റേഴ്സ് റെഡ്യൂസ് ദ കറന്റ് ത്രൂ എ സർക്യൂട്ട്. അല്ലെ, ഒരു സർക്യൂട്ടിലൂടെയുള്ള കറന്റിനെ കുറയ്ക്കുകയാണ് റെസിസ്റ്റേഴ്സ് ചെയ്യുന്നത്. യൂഷ്വലി കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഓഫ് suitable values are connected in circuits to reduce the potential difference or current
ഇൻ അക്കോർഡൻസ് വിത്ത് അവർ റിക്വയർമെന്റ്, അതായത് നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കറന്റും ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. റെസിസ്റ്റേഴ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രിക് ഡിവൈസസ് ആയ ബൾബ്സ്, ഹീറ്റേഴ്സ്, ഇലക്ട്രിക് അയൺ ഇവയിലൊക്കെ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു അല്ലെ. ഹൗ ആർ ഇലക്ട്രിക് അപ്ലയൻസസ് സച്ച് ആസ് ബൾബ്സ്, ഫാൻസ് എറ്റ്സെട്ര കണക്റ്റഡ് ഇൻ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്സ്? നമ്മളെ വീടുകളിലുള്ള സർക്യൂട്ടുകളിൽ ഏത് രീതിയിലാണ് ഇവ കണക്ട് ചെയ്യുന്നത്? പാരലൽ കണക്ഷനിലാണ്. നമ്മൾ പറഞ്ഞില്ലേ, പാരലൽ കണക്ഷനിൽ സ്വിച്ചസ് ഉപയോഗിച്ച് പ്രത്യേകം ഒക്കെ ഓരോ ഉപകരണത്തെയും നിയന്ത്രിക്കാൻ കഴിയും. ഇത് കൂടാതെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണക്ടിങ് ഇലക്ട്രിക് അപ്ലയൻസസ് ഇൻ പാരലൽ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്? ഈച്ച് ഡിവൈസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. ഓരോ ഉപകരണവും വേറെ അല്ലെ പ്രത്യേകം സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. ഈച്ച് ഡിവൈസ് ഗെറ്റ്സ് ദ സെയിം വോൾട്ടേജ്. ഓരോ ഉപകരണത്തിനും ഒരേ വോൾട്ടേജ് ലഭിക്കുന്നു. പിന്നെയോ ഈച്ച് ഡിവൈസ് ഗെറ്റ്സ് ദെയർ റിക്വയർഡ് കറന്റ്. ഓരോ ഉപകരണത്തിനും അവയ്ക്ക് ആവശ്യമായ കറന്റ് ലഭിക്കുന്നു. ഇനി കണ്ടോളൂ, 3 വോൾട്ട് ബൾബ്, 12 ഓം റെസിസ്റ്റർ, പിന്നെ 9 വോൾട്ട് ബാറ്ററി എന്നിവ ഉപയോഗിച്ച് സർക്യൂട്ട് ആക്കിയിട്ടുണ്ട് അല്ലെ ഒന്നാമത്തെ ചിത്രത്തിൽ. അനദർ സർക്യൂട്ട്, മറ്റൊരു സർക്യൂട്ട് കൂടെ ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? വിത്തൗട്ട് ദ 12 ഓം റെസിസ്റ്റർ. ഇവിടെ ഈ 12 ഓം റെസിസ്റ്റർ രണ്ടാമത്തെ സർക്യൂട്ടിൽ ഇല്ല. ഓക്കെ, ബൾബിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ഓം ആണ്, 6 ഓം ആണ്. അനലൈസ് ദ സർക്യൂട്ട് ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ സർക്യൂട്ട്സുകൾ നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയ്ക്ക് ഉത്തരം എഴുതുക. ചോദ്യം, വിച്ച് സർക്യൂട്ട് ഹാസ് മോർ റെസിസ്റ്റൻസ്? ഇതിൽ ഏതിനാണ് മോർ റെസിസ്റ്റൻസ് ഉള്ളത്? കണ്ടോ, ഇവിടെ ആകെ 6 ഓം ബൾബ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ എക്സ്ട്രാ ഒരു 12 ഓം റെസിസ്റ്റൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനായിരിക്കും, സർക്യൂട്ട് എയ്ക്കായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. സർക്യൂട്ട് എ ഹാസ് മോർ റെസിസ്റ്റൻസ്. ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 3 വോൾട്ട് ഒബ്റ്റൈൻഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ ബൾബ്? ഇതിൽ ഏത് സർക്യൂട്ടിലാണ് ബൾബിന് 3 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നത്? രണ്ടാമത്തെ സർക്യൂട്ട് നോക്കുക. ഇവിടെ ബൾബ് ഡയറക്റ്റ് ഒരു 9 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബിന് എത്രയായിരിക്കും കിട്ടുന്നത്? 9 വോൾട്ട് ആയിരിക്കും ബൾബിന് കിട്ടുന്നത്. ഓക്കെ, അതേസമയം ഒന്നാമത്തെ സർക്യൂട്ടിൽ ബൾബിന് എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഈ സർക്യൂട്ടിന്റെ ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 9 വോൾട്ട് അല്ലേ, ബാറ്ററിയുടെ 9 വോൾട്ട്. ഓക്കെ, 9 വോൾട്ട്. ഈ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണക്കാക്കാം? ഇവ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ, ബൾബും ഈ റെസിസ്റ്ററും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? സീരീസ് കണക്ഷനിൽ R = R1 + R2, അതായത് 6 ഓം + 12 ഓം = 18 ഓം. ഇനി ഇതിലൂടെ ഒഴുകുന്ന കറന്റ്, ഫ്ലോ ചെയ്യുന്ന കറന്റ് എത്രയാണ്? I = V/R, ഓംസ് ലോ അല്ലെ. V എത്രയാണ്? 9 / R 18 ചെയ്താൽ കിട്ടും 0.5 ആംപിയർ. ഇനി ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ അനുസരിച്ച് V1 = I1 R1 അല്ലേ. പക്ഷെ I എന്നത് കോമൺ ആയിട്ട് എഴുതുന്നല്ലേ, I സെയിം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ I R1 ദാറ്റ് ഈസ് 0.5 മൾട്ടിപ്ലൈ ബൈ ഇതിന്റെ റെസിസ്റ്റൻസ് 6 ഓം ചെയ്താൽ കിട്ടും 3 വോൾട്ട്. അതായത് സർക്യൂട്ട് എയിലാണ് ബൾബിന് 3 വോൾട്ട് കിട്ടുന്നത്. കണ്ടോ, സർക്യൂട്ട് എ. വാട്ട് ഹാപ്പൻസ് ടു ദ ബൾബ് ഇൻ ദ സർക്യൂട്ട് ബി വെൻ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓൺ? ഇവിടെ കണ്ടോ, ബൾബ് 3 വോൾട്ട് ആവശ്യമുള്ള ബൾബാണ്. പക്ഷെ ഡയറക്റ്റ് 9 വോൾട്ട് ആയിട്ട് കണക്ട് ചെയ്താൽ ബൾബ് എന്താവും? ഡാമേജ് ആയി പോകും അല്ലെ. The bulb gets damaged as the bulb receives more potential difference and current than required. ആവശ്യത്തിലധികം ലഭിക്കുന്നതിനാൽ the bulb gets damaged. Now, isn't it clear that the component connected to the LED in the circuit exhibited at the school science fair is a resistor and why it is connected? അതായത് ഈ പാഠത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ചിത്രം കണ്ടിരുന്നു അല്ലെ. അതിൽ ആ എക്സ്പെരിമെന്റിൽ അവർ കണക്ട് ചെയ്ത ആ കോമ്പണന്റ് പേരെന്താണ്? റെസിസ്റ്റർ ആണ്. ഇതെന്തിനാണ് കണക്ട് ചെയ്തത്? ആ LED-ക്ക് ആവശ്യമായ രീതിയിലുള്ള കറന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പാഠം പഠിച്ചതിന് അതിന് ഉത്തരം പറയാലോ. ഓക്കെ, ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രിസിറ്റി വി ഒബ്റ്റെയിൻ ഫ്രം ബാറ്ററി ഓർ സെൽ ആൻഡ് ദ ഇലക്ട്രിസിറ്റി വി ഗെറ്റ് ഇൻ അവർ ഹൗസസ്? അതായത് ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റിയും നമ്മുടെ വീടുകൾ ഡയറക്റ്റ് കിട്ടുന്ന ഇലക്ട്രിസിറ്റിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യെസ്, ദ ഇലക്ട്രിസിറ്റി ഫ്രം ദ ബാറ്ററി ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. നമ്മുടെ ബാറ്ററിയിൽ നിന്നൊക്കെ കിട്ടുന്ന
ആ ഇലക്ട്രിസിറ്റി ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്നു, അതിനെ ഡയറക്റ്റ് കറന്റ് എന്ന് പറയാം. ഡയറക്റ്റ് കറന്റ് എന്ന് പറയാം. ഓക്കെ, ഡയറക്റ്റ് കറന്റ്. അപ്പൊ എന്താ, ഡി സി എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ഡി സി, ഡയറക്റ്റ് കറന്റ്. ഓക്കെ, ബട്ട് എന്നാൽ ദ ഇലക്ട്രിസിറ്റി ഇൻ അവർ ഹൗസസ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ആ ഒരു ഇലക്ട്രിസിറ്റി, ആ ഒരു വൈദ്യുതി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന വൈദ്യുതിയാണ്. അതിനാൽ അതിനെ അൾട്ടർനേറ്റിംഗ് കറന്റ്, എ സി എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഈസ് ഓഫ് ഹൈ വോൾട്ടേജ്. അതിന് ഹൈ വോൾട്ടേജ് ഉണ്ട്, 230 വോൾട്ട്. ഓക്കെ, ഇത്രയും കൂടിയ വോൾട്ടേജ് ആണ് അവയ്ക്ക് അതിനുണ്ടാകുന്നത്. Hence, do not connect the circuits to household electricity while doing the experiments that you have done in the class. ക്ലാസ്സുകളിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ഒക്കെ 3 വോൾട്ട് ബാറ്ററിയിലും അതുപോലെ 6 വോൾട്ടിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആയിരിക്കും. അത് ഡയറക്റ്റ് നിങ്ങൾ വീട്ടിലെ കറന്റിൽ കണക്ട് ചെയ്യാൻ പാടില്ല, കാരണം അത് ഹൈ വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. ഇനി നമുക്ക് ലെറ്റ്സ് ആക്സസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.